ചാച്ച എന്നാ കഴിയുന്നേ? ഞാൻ റസ്കും ചായയും. അച്ഛൻ്റെ ഒച്ചയ്ക്ക് തന്നെ പറ്റി, ഒച്ചയൊക്കെ പോയോ? സ്വരമെല്ലാം പോയടോ. ചാച്ചന്റെ സ്വരം ഇപ്പൊ എല്ലാം പോയി കേട്ടോ. ഫ്ലൂ പിടിച്ചു. എല്ലാവരുടെയും സ്വരം പോയി. അടുത്ത ആള് വന്നിട്ടുണ്ട്. അമ്മ എല്ലാവർക്കും സ്വരമൊക്കെ കണക്കാണ്. ആർക്കും ഇവിടെ സ്വരവും ഒന്നുമില്ല. പിള്ളേർക്കും അതെ. പിള്ളേർ റീവിനൊക്കെ ഭയങ്കര ഫ്ലൂ ആണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്ലൂ പിടിച്ചു. ആദ്യം കൊണ്ടുവന്ന ആരാമേ? റീവ് സ്കൂളിൽ. അതെ, ചാച്ചന് ഏതായാലും എല്ലാവരും വാക്സിനൊക്കെ എടുത്തു കേട്ടോ. ഫ്ലൂവിന്റെ ഒക്കെ വാക്സിനൊക്കെ എടുത്തു. അത് എടുത്തുകൊണ്ടാന്ന് തോന്നുന്നു എല്ലാവർക്കും വന്നു. ഇപ്പൊ നിലവിൽ ഇപ്പൊ എനിക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് നിമിഷം മയ്യ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി 4 പേരുടെയും കഴിഞ്ഞു. കൊച്ചൊന്നും ഇന്നലെ ഉറങ്ങിട്ടേ ഇല്ല രാത്രി. ഒരു കാര്യം ഏറ്റവും ആദ്യം വന്ന അവന് ഇന്നലെ തൊട്ട് നന്നായിട്ട് കുറവുണ്ടായിരുന്നു. മിനിങ്ങാന്നൊക്കെ ആയിട്ട് ഇച്ചിരി കുറഞ്ഞായിരുന്നു കേട്ടോ. എന്നിട്ട് ഇന്നലെ രാത്രി അവന് ഭയങ്കര വഴക്ക്. എന്നിട്ട് ഇന്നിപ്പോ എല്ലാരും ഇവിടെ കിടന്ന് ഉറങ്ങുക. ചാച്ചനൊക്കെ ചൂടുവെള്ളം ഇതന്നെ ചായ ഞാനിപ്പോ കയറ്റി വന്നോളൂ. ഞാൻ ഒരു ചായ ഉണ്ടാക്കി തന്നെ. ചാച്ചന്റെ സൗണ്ട് ഒക്കെ പോയി നല്ല രസമുണ്ടല്ലോ അമ്മേ. ഇന്നലെ ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ കുറച്ചും കൂടെ ബാക്കി വന്നെന്ന് തോന്നുന്നു കേട്ടോ. പഴുത്തല വീഴുമ്പോ പച്ചല പക്ഷെ എന്റെ ഇല വീണു. സൗണ്ട് പയ്യൻ മാറി തുടങ്ങി. എന്റെ ഇല വീണ് കഴിഞ്ഞത്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്കിപ്പോ ചെറിയൊരു സൗണ്ടിന് മാത്രം തിരിച്ച് വരാത്തുള്ളൂ കേട്ടോ. ബാക്കി തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ പോയി. അമ്മ അപ്പുറത്ത് ഒരു കരയുന്നുണ്ട് കേട്ടോ. നിമിഷയും മിറയും റീവൂട്ടനൊക്കെ ഉറങ്ങുമായിരുന്നു കേട്ടോ. ഇപ്പതേ മിറ എണീറ്റിട്ടുണ്ട്. അച്ഛൻ ചായ പിടിച്ചോ? മുടഫ ആഹാ, ഇതെന്നെ കരഞ്ഞോണ്ട് വരുന്ന കുഞ്ഞാവേതാ? കരഞ്ഞോണ്ട് വരുന്ന കുഞ്ഞാവേതാ? നീ ഉറങ്ങിപ്പോയോ? ഞാനോർത്തു നീ ഉറങ്ങുമായിരിക്കുന്നു. നാളെ നിറയ്ക്ക് സ്കൂളിൽ പോകേണ്ട ദിവസം കൂടെയാണ്. അതാ, അതിന്റെ ചെറിയൊരു ടെൻഷൻ അവൾക്ക് ഇപ്പോഴേ ഉണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം പറഞ്ഞു നമ്മള് പോവില്ല എന്നൊക്കെ പറഞ്ഞു. പോവോ? ആഴ്ച 2 ദിവസം വിടുന്നുള്ളൂ കേട്ടോ. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ വിടുന്നുള്ളൂ. ഞങ്ങളപ്പോ ഇവിടെ എല്ലാവർക്കും ഫ്ലൂ ആയിരിക്കുന്ന സ്ഥിതിക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഫുഡൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കേട്ടോ. അതേ അമ്മ നല്ല സൂപ്പർ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി കറിയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു തോരനും എന്തേലും ഒരു നോൺ വെജും ഉള്ളൂ കേട്ടോ. പിന്നെ ചാച്ചനൊക്കെ ഉച്ചയ്ക്ക് കഞ്ഞിയാ കുടിച്ചേ. ചാച്ചൻ 2-3 ദിവസമായിട്ട് കഞ്ഞിയാ. അതെല്ലേ? ആണല്ലേ? ഞാൻ പറയാറുണ്ട് ചാച്ചനോട് മറ്റേ നമ്മുടെ നെടുമുടി വേണുവിന്റെ സൗണ്ട് ആയിരുന്നു ചാച്ചനിപ്പം. ഇന്നലെ ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു കേട്ടോ. നല്ല രസമാണ് ചാച്ചന്റെ സൗണ്ട് കേൾക്കാനായിട്ട്. മുടിയൊക്കെ കളർ ചെയ്ത് കുട്ടപ്പനായിട്ട് വീഡിയോ വരുള്ളൂ എന്ന് പറഞ്ഞ ആളാ. മുടിയൊക്കെ കളർ ചെയ്ത് വന്നപ്പോഴത്തേക്കും സൗണ്ട് ആണോ? അല്ല, അതെന്നാന്നല്ലേ ചോദിച്ചത്. ചാച്ചനെ കിളി പോയോ? ചാച്ച ഞാൻ പറഞ്ഞു ചാച്ചൻ മുടി കളർ ചെയ്തിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടേ വീഡിയോക്കകത്ത് മുടി കളർ ചെയ്ത് വന്നപ്പോ ചാച്ചന് ജലദോഷം. ഒച്ചയില്ല. എവിടെയെങ്കിലും ഒന്ന് അല്ല മേയിച്ച് എന്തില്ലെങ്കിൽ ശരിയാവില്ല. അല്ല, ചാച്ചൻ എന്നും എന്തേലും പഴി പറഞ്ഞ് മുങ്ങാനാണ് കേട്ടോ ഇഷ്ടം. കൂടുതലും വരാനൊക്കെ വലിയ മടിയുള്ള കൂട്ടത്തിലാണ്. എന്തേലും പറയും. അപ്പൊ അതിന് എന്തേലും ഒരു കാരണം ചാച്ചൻ ഉണ്ടാക്കും കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോകുന്ന പറഞ്ഞാൽ അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്ന ചാച്ചനും മിറയും. ഇന്ന് പിന്നെ ഇവിടെ പെട്ടുപോയതുകൊണ്ട് ചാച്ചന്റെ ഇവിടെ. അതെ, ചാച്ചൻ അറിഞ്ഞില്ല എന്ന് വന്നതൊക്കെ. അതുപോലെ തന്നെ മിറയും. ഞങ്ങൾ വീഡിയോ എടുക്കുക അല്ലെ ഫോൺ എടുത്തു അവിടെ നേരിട്ട് വെച്ചു കണ്ടു കഴിഞ്ഞാൽ പിന്നെ മിറയാതെ അവൾ എന്തിനാ പോയിന്ന് കാണിയത്. എന്നാ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഫ്ലൂ ഒക്കെ ആയിട്ട് ഇരിക്കുമല്ലേ? ചുമ്മാ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാ. ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാം. എന്നാ പിന്നെ നമുക്ക് ചെറിയൊരു ഗെയിം കളിച്ചാലോ? ചാച്ച റെഡിയാണോ? ഏതായാലും ചാച്ചന് അവസരമായിട്ട് ഇരിക്കുക. ആ കളിയല്ലേ, ചീട്ടുകളിയല്ല പറഞ്ഞ. ചീട്ടുകളിക്കകത്ത് ചാച്ചൻ എപ്പോഴും നോക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. ഇന്ന് ചാച്ചന കഴിച്ചേ ആണോ? ഓ, വെറുതെ അല്ല മുഖത്തൊരു സന്തോഷം. അതെ, അതെങ്ങനെയാണെന്നറിയോ? ചാച്ചൻ ജയിച്ചാലേ ചാച്ചൻ പിന്നെ കളിക്കാൻ കൂടുള്ളൂ. തോറ്റിട്ടുണ്ട് പിന്നെ ഇട്ടിട്ട് പോകും. കളിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ കളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇല്ല എനിക്ക് പറ്റില്ല, ഞാൻ കളിക്കുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ചാച്ചൻ സ്ഥലം വിടും കേട്ടോ. ഇന്ന് ഏതാണ്ട് ഇടയ്ക്കൊന്ന് ജയിപ്പിച്ചു വിട്ടേക്കും. ശരി, ഇടയ്ക്കൊന്ന് സമാധാനിപ്പിക്കാനായിട്ട് താങ്ക് യു. ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, തന്നെ ഇന്ന് ജയിച്ചതാട്ടോ. ഇന്ന് ആദ്യം ജയിച്ചു. അമ്മ അപ്പളേ നമുക്കൊരു മനപ്പൊരുത്തം ഗെയിം കളിച്ചാലോ? ഏതായാലും നമ്മളിങ്ങനെ ഫ്ലൂ ആയിട്ട് അടിച്ചിരിക്കും. അമ്മയും മകനോടുള്ള മനപ്പൊരുത്തമാണോ? തൽക്കാലം നമുക്ക് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മനപ്പൊരുത്തം കളിക്കാം. ചാച്ചൻ, അമ്മ, പിന്നെ ഞാനാ നിമിഷം വന്നു കഴിയുമ്പം നമുക്കൊരു മനപ്പൊരുത്തം റൗണ്ട് അങ്ങ് വെക്കാം അല്ലെ? നമുക്ക് ശ്രമിക്കാം. പിള്ളേര് സമ്മതിക്കോടാ? നോക്കാം. പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. നല്ല രസമായിട്ട് കളിക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ മനപ്പൊരുത്തം ഗെയിം കളിക്കാനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. വിരക്കോട്ടിനും വഴക്കൊക്കെ മാറി നല്ല പിടിക്കായിട്ട് വന്ന് ഇരിപ്പുണ്ടേ. എന്തൊരു കളിക്കാം, മനപ്പൊരുത്തം കളിക്കാന്ന് പറഞ്ഞോളൂ. ജയിക്കുമല്ലോ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അത് മനപ്പൊരുത്തം ഉണ്ടല്ലോ എന്നൊന്നും പറഞ്ഞില്ല. ആണോ? നമുക്ക് നോക്കാം. കളിച്ചു കഴിയുമ്പോ നോക്കാം. അതൊന്നും പറഞ്ഞിട്ടില്ല. 5 ദിവസം മതി ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ. ഞങ്ങൾ ഇത്രയും ആളായതുകൊണ്ട് എല്ലാം മറന്നുപോയി. ബാക്കിലോട്ട് പോയി
അതെ അതെ ഞങ്ങൾക്കൊരു ചെറിയ എക്സ്ക്യൂസ് അതെ അതെ ഞങ്ങള് ബൈക്കിലോട്ട് ഒത്തിരി പോയത് കാരണം ഞങ്ങൾക്ക് അത്ര ഓർക്കാൻ പറ്റില്ല, വർഷങ്ങൾ അത്രയായി. നമ്മുടെ ഇവന് റീവൂട്ടർ എണീറ്റോ. ഹായ് റീവു. ഇവനൊക്കെ നല്ല പനിയായിരുന്നു. ഇന്ന് രാവിലെ എന്നെ കരച്ചിലായിരുന്നു അല്ലേ. ഇന്ന് രാവിലെ അവന് ഇച്ചിരി പനി കൂടി പോയോട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇറങ്ങിയതാ പക്ഷെ ഞങ്ങൾ പോയില്ല. കാരണം വണ്ടി കയറിയപ്പോഴത്തേക്ക് അവന്റെ കരച്ചിൽ നിന്നു പറഞ്ഞാൽ പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അതെ, അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒന്നും കൂടെ മരുന്ന് കൊടുത്തേച്ച് കൊണ്ടുപോകാന്ന് ഓർത്ത് ഞങ്ങള് കൊണ്ടുപോയില്ല കേട്ടോ, അവിടെ നിർത്തി. പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇപ്പൊ നിലവിൽ പനിയുള്ളത് അമ്മയ്ക്കും നിമിഷിക്കും അല്ലെ. ഞങ്ങൾക്ക് രണ്ടിനും പയ്യെ സ്റ്റാർട്ട്, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സൗണ്ട് ശരിയല്ല. നമുക്കൊന്ന് തുടങ്ങിയാലോ. അപ്പൊ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അമ്മേ. അപ്പൊ ആ 10 ക്വസ്റ്റ്യൻസ് ഞാനും ചാച്ചനും ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് അമ്മയും നിമിഷയോടും ചോദിക്കും, നിങ്ങളോടാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന് ഞങ്ങൾ എഴുതിയ ആൻസർ ആയിട്ട് മാച്ച് ആണോ എന്നാണ് നമുക്ക് എന്താ പറയാ നമ്മൾ നോക്കുന്നത്. അതാണ് മനപ്പൊരുത്തം. അത് വേണം. കെടില ക്വസ്റ്റ്യൻസ് ആണോ, നല്ല ക്വസ്റ്റ്യൻസാ. ഞങ്ങൾ ഇതിനകത്ത് മാറ്റൊന്നും അല്ലെങ്കിലും ജീവിതത്തിൽ നല്ല മാറ്റാലേട്ടാ. ആണോ? തെളിയിക്കേണ്ട ആവശ്യമില്ല, നേരെ നോക്കിയാ മതി രണ്ടുപേരെ. അതെ, നമുക്കെന്നാ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരോട് ചോദിക്കണം? അമ്മയോട് ചോദിക്കണം. ആണോ? എന്നാ അമ്മയോട് ചോദിക്കാം. അമ്മയോട് ചോദിക്കാൻ പോവാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ഏത് ഫുഡാണ് ചാച്ചന് ഏറ്റവും ഇഷ്ടം? അമ്മ ഉണ്ടാക്കുന്ന ഏത് ഫുഡാണ് ചാച്ചന് ഏറ്റവും ഇഷ്ടം, രുചിയോടുകൂടി, അല്ലെങ്കിൽ എപ്പോഴും ചാച്ചൻ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഫുഡ് ഏതാ? എല്ലാ ഫുഡും ചാച്ചന് ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കണേ. അതെയോ? അല്ല അങ്ങനെയല്ല, ഫേവറേറ്റ് ആയിട്ട് പറയണോ? അത് ശരിയാണ്, ശരി തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയാനില്ല, എന്നാലും ഉണ്ട്. ഒരു പറയാൻ പറഞ്ഞ അമ്മ എന്നാ പറയും? കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി. ഓക്കെ ചാച്ച, ശരിയാണെന്ന് ഇപ്പൊ തന്നെ പറയണോ അതോ അവസാനം പറഞ്ഞാൽ മതിയോ? അവസാനം അല്ല, ഇപ്പൊ തന്നെ പറഞ്ഞു നോക്കാം, പിന്നെ എളുപ്പമുണ്ടല്ലോ. തെറ്റി, അമ്മ പറഞ്ഞ ഉത്തരം തെറ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ചാച്ച പറഞ്ഞോ. പാലക്കായിരിക്കും. അല്ല, പാലക്കോ? ഇഡ്ഡലി ചമ്മന്തി. ഇഡ്ഡലി ചമ്മന്തി അതൊരു ഭക്ഷണമാണ്. ഇഡ്ഡലി ചമ്മന്തി പിന്നെ ഭക്ഷണം അല്ലേ? അതൊക്കെ ചുമ്മാ ടിഫിൻ. ഭക്ഷണം എന്ന് പറയുന്ന ബിരിയാണി അങ്ങനെയൊക്കെ പറയണം ചേട്ടാ. അല്ല, ഒരു നേരത്തെ ആഹാരം അത് ഏതാണ് ചാച്ചന് ഏറ്റവും ഇഷ്ടമുള്ള? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റി കേട്ടോ. നിമിഷ പറഞ്ഞോളൂ. എന്തെങ്കിലും നമ്മൾ ജയിക്കും പറഞ്ഞു. ഇത് തന്നെ, ഈ ക്വസ്റ്റ്യൻ തന്നെയാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ചാച്ചന്മാരിൽ ഞാനായിരുന്നുള്ളൂ. നീ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. ഞാൻ അധികം ഒന്നും ഉണ്ടാക്കാറില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു കട്ട്ലറ്റ് ആയിരിക്കും. തെറ്റ്. ഞാൻ എഴുതിയത് ചായ. നിമിഷയുടെ ചായ. ചായയൊക്കെ ഒരു ഭക്ഷണമാണ്. ചായ ഭക്ഷണമല്ലേ? ചായ ഭക്ഷണമാണ്. എടി, അത് ഒരു ഭക്ഷണം. എനിക്ക് നീ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? അതൊരു കറി ആവാം, അതൊരു എന്താ പറയാ, അല്ലേ, ബിരിയാണി ആവാം, ചോറാവാം. എന്റെ തെറ്റിപ്പോയതുകൊണ്ട് ഞാൻ സമ്മതിച്ചാലേ. അമ്മക്ക് സന്തോഷമായി കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിമിഷയുടെ അറിയാടാ. എന്നെ എപ്പോഴും പുകഴ്ത്താറുള്ള. സത്യം പറയാലോ, നിങ്ങൾ ഇത് എടുക്കണമെന്ന് മനസ്സിലായപ്പോ ഞാൻ ഈ ചാച്ചന്റെ പുറകെ ചെന്ന് ഞാൻ ആവെന്ന് ചോദിച്ചു. അല്ല, ഞാനും ചാച്ചന് ആൻസർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരാള് ചാച്ച സോക്സ് ഇട്ട് ചാച്ചാ റെഡി കേട്ടോ. അമ്മ ഒരാള് സോക്സ് കൊണ്ട് വരിക ചാച്ചന്റെ കാലം സോക്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂം തുറന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് ആൻസർ ഒക്കെ എഴുതിട്ട് റൂം തുറന്നപ്പോഴത്തേക്കും നേരെ ഓപ്പോസിറ്റ് ഉള്ള ലോണ്ടറി റൂമിൽ ആള് പതുങ്ങി നിൽക്കുക. ഒന്നും കേട്ടില്ല. ഉടുപ്പെടുക്കാൻ പോയതാണ് എന്ന് വ്യാജന. എന്നിട്ട് ഞാൻ ഡോർ തുറന്നപ്പോ കറക്റ്റ് പറയാം, റീവിന്റെ ഉടുപ്പ് ഇവിടെ എവിടെയാ നിമിഷന്ന്. അമ്മ റീവിന്റെ ഉടുപ്പ് അവിടെയാണ് ഇരിക്കുന്നത്, അവന്റെ റൂമിലല്ലേ ഇരിക്കുന്നത്. സത്യമായിട്ട് ഞാൻ ഒന്നും കേട്ടില്ല കേട്ടോ. അതെയോ? എന്നാ കുഴപ്പമില്ല. ചാച്ചോട് പറഞ്ഞു, ചാച്ച കണ്ണു കാണാ ചക്കര തന്നെ പോയതോ എന്തേലും ഓർമ്മ എനിക്ക് പറഞ്ഞു ചാച്ചൻ എന്നെ പറയാൻ ഉദ്ദേശിക്കണേ. ഞാൻ കുറെ ചാച്ചൻ പറയും മനസ്സുണ്ടാക്കി പറഞ്ഞാൽ മതി, ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ പറഞ്ഞ് ചാച്ചനും എന്നെ പറ്റിച്ചടാ. അതെ അതെ സാറില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമ്മ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി, ഒന്നും കേട്ടില്ല കേട്ടോ. ഏതായാലും അടുത്ത ചോദ്യേ, അമ്മയുടെ ചാച്ചന് ഏറ്റവും ഇഷ്ടമുള്ള കോമഡി ആക്ടർ? ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാർ എന്നാണ് അമ്മ പറയുന്നത്. ചാച്ചൻ എഴുതിയത് എന്നാച്ചാ? സൂരജ് വെഞ്ഞാറമൂട്. സുരാജ് വെഞ്ഞാറമൂട്. ഇഷ്ടമായിരുന്നു, പക്ഷെ പോട്ടം തെറ്റ്. ചാച്ചൻ എപ്പോഴും പറയും. ഒരു മിനിറ്റ് അമ്മ, ഇനി സമയം എടുക്കരുതേ. ഒരാൾ ഇവിടെ ആലോചിച്ചോണ്ടിരിക്കുക. കോമഡി ആരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോമഡി ആർട്ടിസ്റ്റ്? കലാഭവമണി. കലാഭവമണി. തെറ്റ്. കലാഭവമണി ഒരു ആക്ടർ അല്ലേ? കോമഡി കൊണ്ട് ചെയ്തില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജഗദീഷ്.
ജഗദീഷ്. കേട്ടിട്ട് പോലും ഇല്ലെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞത് ജഗതി വരെ ഉണ്ട്. എന്റെ അടുത്ത് പക്ഷെ അത് ചാച്ചന്റെ അമ്മ പറയേണ്ടത് എന്റെ അല്ല. എന്റെ അടുത്തല്ല, കാറിൽ ഇരുന്നിട്ട് എന്റെ അടുത്ത് ഈ അടുത്തൂടെ പറഞ്ഞ കലാഭമണി എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടം. കലാഭമണി എനിക്ക് ഭയങ്കര ഇഷ്ടമാ. പക്ഷെ കോമഡി നമ്മള് ഇഷ്ടമാണെന്നാ പറഞ്ഞത്. ചിരിപ്പിക്കാൻ ജഗദീഷ് നമ്മളെ ചിരിപ്പിച്ച് എന്തൊരു ചിരിപ്പില്ല. ഇനി ഹരിഹർ നഗറിലൊക്കെ നമ്മള് ചിരിച്ചാലാ ഒരു കാര്യം ജഗദീഷിനെ കോമഡി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചിരിക്കും. അല്ല, മസ്റ്റ് ആയിട്ട് നമ്മൾ ചിരിച്ചിരിക്കും. എനിക്ക് അറിയത്തില്ല അങ്ങനെ സുരാജ് സൂപ്പർ ആട്ടോ, എനിക്ക് ഇഷ്ടം. പക്ഷെ ജഗദീഷ് ഒരു ഇച്ചിരി എന്താ പറയാ അല്ലെ, ഹരിഹർ നഗറിനെ പോലത്തെ ഒരു ഇച്ചിരി ക്യാരക്ടറൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, പുള്ളി അങ്ങോട്ട് തകർത്ത് അഭിനയിക്കും കേട്ടോ. നമ്മള് ചിരിപ്പിച്ചിട്ടാണ് നമുക്കിരിക്കാം, ഇവരിരിക്കട്ടെ, നമുക്ക് പറയാം. കാരണം ഒരൊറ്റ ക്വസ്റ്റിന് ആരും പറയത്തില്ല ആൻസർ. പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അക്കാര്യത്തിൽ ദിലീപ് തന്നെയാണ്. തമാശ കൊണ്ടുവിടുന്നതിൽ പിന്നെ ഒരു ഹീറോ അല്ലേ, അതുകൊണ്ട് നമുക്ക് ദിലീപിന്റെ ആരാധകനാ. അതുകൊണ്ട് മാത്രം പറയാത്ത. ഓക്കെ എന്നാ അത് വിട്ടേക്കാം. അല്ല, അത് വിട്ടതല്ല, അത് തെറ്റിയപ്പോൾ ചോദിക്കണ രണ്ടും കൂടെ നിർത്തുവല്ലേ നല്ലേ. രണ്ടാമത്തെ ചോദ്യം അല്ല, മൂന്നാമത്തെ ചോദ്യമാണ്. ചാച്ചന്റെ ഫേവറേറ്റ് ഫുഡ്. അത് അമ്മ ഉണ്ടാക്കുന്നതല്ല, മൊത്തത്തിൽ ചാച്ചന് പുറത്ത് പോയാലും അല്ലെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ ചാച്ചന് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? ചാച്ചൻ സാറിന് പൊങ്കലൊക്കെ കേട്ടോ കഴിക്കാറ്. ആണോ? പൊങ്കല്, ഊത്തപ്പം അങ്ങനത്തെ ഒക്കെ കഴിക്കുന്നേ. അതെയോ? ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ പറഞ്ഞ ഏത് പറയും? പൊങ്കൽ ചാച്ച പൊങ്കൽ വട ശരിയാ. ആറ്റ് നോറ്റ് ഒരെണ്ണ ശരി ആറ്റ് നോറ്റ്. നിന്റെ അമ്മ ജയിച്ചടാ, ഒരു പോയിന്റ് കിട്ടിയ അമ്മയ്ക്ക്. യെസ് എന്ന് പറ. TV ഇട്ട് കൊടുക്കാനാണ് കേട്ടോ, അവർക്ക് TV ഇട്ട് കൊടുക്കാനാ. അപ്പൊ നിമിഷ, നിന്നോടുള്ള ചോദ്യം സെയിം ചോദ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. ഞാൻ പൊതുവെ ഒരു ഭക്ഷണപ്രിയനാണ്. അപ്പൊ എനിക്ക് അങ്ങനെ എല്ലാ ഭക്ഷണവും കഴിച്ചാൽ ഇഷ്ടമാണ്. എന്നാലും ഒരെണ്ണം പറയാൻ പറഞ്ഞ ഹോട്ടലിലൊക്കെ പോയി എന്താ കൂടുതൽ കഴിക്കാറുള്ള? എനിക്ക് തോന്നുന്നു ഒരു ഹോട്ടലിലേക്ക് നേരെ കയറി ചെന്ന ആദ്യം പൊറോട്ടയും ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആദ്യം പറയണത്. ബിരിയാണീനെക്കാളൊക്കെ മുമ്പ് എനിക്ക് തോന്നുന്നത്. അതെയോ? പൊറോട്ട അല്ലേ ഇഷ്ടം? പൊറോട്ടയും ചിക്കൻ കറി. ഉറപ്പിച്ചു പറയണം. പൊറോട്ടയും കറിയും. തെറ്റ്. ഞാൻ അപ്പം മുട്ടക്കറി. ഇനി അപ്പം മുട്ടക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും ഹോട്ടലിൽ കയറി അപ്പം മുട്ടക്കറി അല്ല അല്ലേ മേ? ഒന്ന് വെയിറ്റ് ചെയ്ത്. നീ കഴിക്കല്ലാത്ത എന്നാ ഉള്ളത്? നിനക്ക് എല്ലാം ഇഷ്ടമല്ലേ? അല്ല, ഈ ഇപ്പൊ ഞാൻ ഓർക്കാൻ കാരണം നീ അടുത്ത് നാട്ടിൽ പൊടിച്ചാൽ എപ്പോഴും അപ്പം മുട്ടക്കറി. അപ്പം ഞാൻ എപ്പോ അവസരം കിട്ടിയാലും അപ്പം മുട്ടക്കറി കഴിക്കും. കഴിഞ്ഞ ദിവസം കൂടെ ഇവരോട് ഇരുന്ന് പറഞ്ഞിട്ടോ, നാട്ടിൽ പോയിട്ട് വേണം പൊറോട്ടയും ബീഫും കൂടെ, ബീഫ് ഫ്രൈയും കൂടെ കഴിക്കാൻ ഞാൻ പറഞ്ഞതാ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പൊടിച്ചാൽ എപ്പോഴും പൊറോട്ടയും കറി. ഹലോ ഇത് ഞാൻ എന്റെ ഉത്തരം ഞാൻ എഴുതി. നീ ഇപ്പൊ എന്റെ ഇഷ്ടം തിരുത്താൻ നോക്കുവാട്ടോ ഇവരിവിടെ കിടന്ന്. നിമിഷ, ഇനിയെങ്കിലും നീ മനസ്സിലാക്കി, ഇത് മനപ്പൊരുത്തം റൗണ്ട് എന്നാണ് ഇതിന്റെ റൗണ്ടിന്റെ പേര്. അപ്പൊ ഇതിലൂടെ നിനക്ക് മനസ്സിലായ എന്റെ ഇഷ്ടങ്ങളെങ്കിലും. ഒറ്റ പ്രാവശ്യം നാട്ടിൽ പോയിട്ടുള്ളൂ, 2 പ്രാവശ്യം നാട്ടിൽ പോയപ്പോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അപ്പം അത് നീ കാണാത്തോണ്ടാ, നീ വീട്ടിൽ ഇരിക്കുന്നോണ്ടാ. ഞാൻ ഹോട്ടലിൽ പോയി ആദ്യം ഓർഡർ ചെയ്യുന്നത് നല്ല അപ്പം നല്ല മുട്ടക്കറി ആട്ടോ. വേറെ അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, അത് ഞാൻ ഓർഡർ ചെയ്തോളേ. അടുത്ത ചോദ്യം അമ്മയോട് ചോദിക്കട്ടെ, റെഡി അല്ലേ? അതായത് നിങ്ങളുടെ കല്യാണ ശേഷം ആദ്യമായിട്ട് കണ്ട സിനിമ പറഞ്ഞോളൂ. ആകാശദൂതോ? അറിയില്ല. ആകാശദൂത അമ്മ ഉറപ്പിച്ചോ? ആകാശദൂതാണോ? എനിക്കറിയില്ല. ആകാശദൂത ഞാനത് ഓർക്കണുള്ളൂ കേട്ടോ. തെറ്റ്. എല്ലാ സിനിമയും കാണുമായിരുന്നു. ആകാശദൂത അവസപ്പന് മടി വെച്ചോണ്ടിരുന്ന ചിത്രമൊക്കെ അത് കഴിഞ്ഞിട്ട് വന്നല്ലേ? അല്ല അറിയില്ല. ചാച്ചൻ പറഞ്ഞ ഉത്തരം ഏതാണെന്ന് വെച്ചാ അപരൻ. നമ്മുടെ ജയറാമിന്റെ ഫസ്റ്റ് പടം പോയി കണ്ടിട്ട് നമ്മള് ചണ്ണിയെ കൂടെ കാറെ കൊണ്ടുപോയിട്ടത് വീട്ടില്. ഞാൻ ഓർക്കണില്ല. ഇപ്പൊ ഓർത്തല്ലോ അമ്മ. ഇതൊക്കെ ശരിക്കും ഒരു നല്ല റിഫ്രഷ്മെന്റ് ആണ് അല്ലേ? വീട്ടിൽ കൊണ്ടുപോയിട്ടത്. ശരിയാ. ഓക്കെ. റീവൂട്ടിന് ഇവിടെ ഭയങ്കര ഓരോരുത്തരുടെ തോളെ കയറി എന്റെ പുറകിലായിരുന്നു. ഇപ്പൊ നേരെ മാറി. പനി വിട്ടെന്ന് തോന്നുന്നു കേട്ടോ. വിട്ടാ മതിയായിരുന്നു. അവൻ ഇച്ചിരി ആക്റ്റീവായി തുടങ്ങി. അതെ. അപ്പം നിമിഷ അതിന്റെ സെയിം ഉത്തരം പറഞ്ഞോളൂ. നമ്മുടെ വിവാഹശേഷം നമ്മൾ ആദ്യമായി തിയേറ്ററിൽ പോയി കണ്ട പടം ഏതാണ്? തിയേറ്ററിൽ പോയി കണ്ടതാണോ അല്ലാതെ നമ്മൾ കണ്ടതാണോ? അല്ല, തിയേറ്ററിൽ പോയി കണ്ടത് ഞാൻ പറഞ്ഞു. എനിക്കറിയായിരുന്നു. തിയേറ്ററിൽ പോയി കണ്ടത് ഒന്നി കുഞ്ഞാലിമരയ്ക്കാർ അല്ലെങ്കിൽ ലൂസിഫർ. ലൂസിഫർ അല്ല, അതെനിക്ക് ഉറപ്പാ. കുഞ്ഞാലിമരയ്ക്കാർ. നീ ഏതെങ്കിലും ഉറപ്പിച്ചു പറ. കുഞ്ഞാലിമരയ്ക്കാർ ഉറപ്പാണോ? വേറെ സിനിമകൾ ഒരുമിച്ച് കണ്ടിട്ടില്ലല്ലോ തിയേറ്ററിൽ. കറക്റ്റാ, കുഞ്ഞാലി മരിക്കാം. പക്ഷെ വേറൊരു കാര്യമാണ് കേട്ടോ, ഇതിന് ഉത്തരം തെറ്റ്. ഞാൻ എഴുതിയത് തെറ്റാ. എനിക്കിത് ഇത്ര ആലോചിച്ചിട്ടും പിടിയിട്ടില്ല. ഞാൻ ആവേശം എന്ന് എഴുതിയത്.
അത് നമ്മള് നാട്ടിൽ പോയിട്ട് കണ്ടത്. അതെ നമ്മള് അതെ എനിക്ക് ഓർക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ വെച്ച് ഏതൊരു പടം കണ്ടെന്ന് എനിക്ക് അറിയാം. കുഞ്ഞാലി മരിക്കാറാ അല്ലേ? ഓക്കെ, നീ എന്നെ ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു. ഞാനത് ശരിക്കും മറന്നുപോയായിരുന്നു. അതാണ് നമ്മൾ ഫസ്റ്റ്. പിന്നെ അപ്പൊ പോയിന്റ് കൊടുക്കണം വേണ്ടോ? ഓർമ്മയുണ്ടോ? അത് പറ. തിയേറ്ററിൽ അല്ലാതെയോ? തിയേറ്ററിൽ അല്ലാതെ നമ്മൾ ആദ്യം ഒരുമിച്ച് കണ്ട ഫിലിം ഓർമ്മയുണ്ടോ? തിയേറ്ററിൽ അല്ലാതെ നമ്മൾ ആദ്യം ടാസ്മാനി വെച്ച് കണ്ടായിരിക്കും അല്ലേ? ഓർക്കുന്നില്ല. പ്രീസ്റ്റോ? ഓക്കെ 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 ഓക്കെ. മമ്മൂട്ടിയുടെ ഓക്കെ. അല്ല, ഇതെനിക്കിപ്പോ ഓർക്കാനല്ലോ. ഞാൻ ശരിക്കും ഒത്തിരി ആലോചിച്ചു ആ സിനിമ ഏതാ സിനിമയാണെന്ന്. ലാസ്റ്റ് ഞാൻ ആവേശം ഓർക്കുന്നുള്ളൂ. ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട ഒരേ ഒരു പടം ആവേശം. അത് നാട്ടിൽ പോയപ്പോ കണ്ട കേട്ടോ. അപ്പൊ അതല്ല. അമ്മ പോയിന്റ് ഞങ്ങൾക്ക് തരുന്നുണ്ടോ ഇല്ലയോ? പോയിന്റ് നിമിഷക്കുണ്ട്. നിനക്ക് നെഗറ്റീവ് പോയിന്റ് അല്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിലെ മത്സരം. അമ്മയ്ക്ക് ഇപ്പൊ ഒരു പോയിന്റ്, നിമിഷയ്ക്ക് ഒരു പോയിന്റ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? അല്ലെങ്കിൽ പകുതി അമ്മ പകുതി പോയിന്റ് കൊടുക്കാം കേട്ടോ. അര പോയിന്റ് കൊടുക്കാം. അല്ല, അമ്മക്ക് ഇഷ്ടമെങ്കിൽ ഒരു പോയിന്റ് കൊടുത്തേക്കാം. ആയിക്കോട്ടെ. അടുത്ത ചോദ്യമാണേ. അടുത്ത ചോദ്യം, ചാച്ചന്റെ ഹൈറ്റ് എത്രയാണോ? ഒരാളുടെ ഫോൺ റീബൂട്ട് താഴെ. ചാച്ചന്റെ ഹൈറ്റ് എത്രയാണ്? 5'6" ആണോ? 5'6"? ഞാൻ 5'4". അപ്പൊ ചാച്ചൻ 5'6" ആണോ? അച്ഛൻ 5'6" അച്ഛൻ്റെ ഹൈറ്റ്? 170 സെന്റിമീറ്റർ അങ്ങനെ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞ 5'6" 5'8" ആയിരിക്കും. 5'7". ശരിയാ, ഒരു പോയിന്റിന് പോയി കേട്ടോ. അത് അച്ഛൻ 5'7". നിമിഷ, എന്റെ ഹൈറ്റ് എത്രയാന്ന് പറഞ്ഞോളൂ. 175. തെറ്റ്. രണ്ടുപേരും തെറ്റിച്ചല്ലോ. എന്റെ 5'11". അതെനിക്കറിയില്ല. 180 ആണെന്ന്. 180 ആണോ? 180 ഒന്നുമല്ല, നോക്ക്. 175. അത് 6 അടിയാ. എന്നാ അതിന്റെ തൊട്ട് താഴെ. അതിനല്ല 5'11" എന്ന് പറയുന്നത്. 175 അല്ലേ? 175 എങ്ങനെയാ വന്നത്? എനിക്കല്ല. എന്റെ 5'11" ആണെന്ന് എന്റെ ഹൈറ്റ് എന്ന് എനിക്കറിയാം. അപ്പം അതും തെറ്റി കേട്ടോ. എന്നാലും 1 ഇഞ്ച് കൂടെ ഉണ്ടായിരുന്ന 6 അടി ആവുമായിരുന്നു. കഷ്ടം. അടുത്ത ചോദ്യേ, അതും തെറ്റിപ്പോയില്ല അപ്പൊ രണ്ടുപേരുടെ. അടുത്തടുത്ത് നിന്നേ ഒരു ശകലം ഒരു മാർക്ക്. അല്ല, ഇവിടെ ഒത്തിരി തെറ്റിപ്പോയി. 175 ഒക്കെ അവള് പറഞ്ഞു. 175 അല്ല എന്താണല്ലോ. 175 180 6 ഫീറ്റ്. അതെ, ഞാൻ 178 179 ആണ് ഞാൻ എന്റെ ഹൈറ്റ്. അടുത്ത ചോദ്യം, അമ്മയോട്. ചാച്ചൻ അമ്മേനെ ആദ്യമായി കണ്ടപ്പോൾ അമ്മയുടെ ഡ്രസ്സ് ഏതായിരുന്നു? ഡ്രസ്സിന്റെ കളർ? എൻ്റെ ഒരു മഞ്ഞ സാരി ആയിരുന്നു. ഓ, പോയിന്റ് കിട്ടി. നീ ഇപ്പൊ ചാച്ചൻ ഏതായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എന്ന് പറയും? ചാച്ചൻ ഒരു പാന്റ് ഷർട്ടും ആയിരുന്നു മാത്രം ഞാൻ പറയും. കളർ ഒരു മെറൂൺ പാന്റും ഒരു ഷർട്ടിന് ചോക്ലേറ്റിന്റെ നിറമുള്ള ഒരു ഷർട്ടും ആയിരുന്നു. ആണോ? കറക്റ്റ്. ഒരു പോയിന്റ് കിട്ടി കേട്ടോ. നിമിഷ പറഞ്ഞോളൂ. ഞാൻ പറയാം. പറയട്ടെ? ഞാൻ പറഞ്ഞു, ഞാൻ ഇട്ട ഡ്രസ് അല്ലേ? അതെ, ബ്ലാക്ക്. ഒരു ബ്ലാക്ക് പൂക്കളുള്ള ഒരു ഫ്രോക്കും ഉടുപ്പും, പിന്നെ ഒരു ബ്ലാക്ക് പാന്റും, പിന്നെ ഒരു ബ്ലാക്കിന്റെ ഒരു എല്ലാം ബ്ലാക്ക് ആയിരുന്നു. ഇച്ചാൻ ഇട്ടതും ബ്ലാക്ക് ടീഷർട്ടും, പിന്നെ ജീൻസ് ആണെന്ന് തോന്നുന്നു, പിന്നെ ബ്ലാക്ക് ഓവർകോട്ട്. അപ്പൊ ഏതായാലും ടൈ ആയല്ല. ഇത് ഈസി ക്വസ്റ്റ്യൻ ആയിപ്പോ അല്ലെ? അല്ല, ഇച്ചിരി ഈസി ക്വസ്റ്റ്യൻ ആയിപ്പോ. ഒന്നേലും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. ശരി, നമുക്കിപ്പോ അടുത്തായിട്ട് നമുക്ക് ഓർമ്മ വരും. ഇവര് പക്ഷെ ഒത്തിരി നാള് മുമ്പല്ലേ. ഞാൻ ഓർക്കാൻ കാരണം എന്നറിയാവോ? ഇത് അന്ന് ഞാനത് എന്റെ സാരി അല്ലായിരുന്നത്. ഞാനത് എന്റെ മമ്മിയുടെ ആങ്ങളയുടെ വൈഫിന്റെ, അതായത് ലൂസി ചേച്ചി എന്ന് പറഞ്ഞ മമ്മിയുടെ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ സാരി അന്ന് ഞാൻ ഉടുത്തോണ്ട് പോയത്. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നത്. ചാച്ചൻ വരുന്നോടത്തൊന്നും ഉടുത്തല്ല. ചാച്ചന്റെ ഓർമ്മ സമ്മതിക്കണം. ചാച്ചൻ ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാലേ നിമിഷോട് ഞാൻ പെട്ടെന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ ഓർത്ത്. ശരി അല്ലാട്ടാ, എനിക്കത് ആ ഒരു പിക്ചർ ഓർമ്മയുണ്ട്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നല്ലോ. അപ്പൊ എന്നാണേലും അത് രണ്ടുപേർക്ക് ഓരോ പോയിന്റ്. ഇപ്പൊ 2-2 ആയോ? 2-2. അടുത്ത ചോദ്യം, അതായത് അമ്മയോട് സ്നേഹം കൂടുമ്പോൾ ചാച്ചൻ വിളിക്കുന്ന പേരെന്താണ്? സ്നേഹത്തോടെ ചാച്ചൻ അമ്മേനെ എന്താ വിളിക്കുന്നത്? മോളേന്നൊക്കെ അല്ലാതെ പ്രത്യേകിച്ചൊന്നും വിളിച്ച് കുട്ടിയമ്മ മോളേന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. എന്താ ചാ? അല്ല, അതാണോ നമ്മുടെ ആൻസർ? അതാണോ മോളേന്നാണോ വിളിക്കുന്നത്? ഞാൻ വേറെ ഒന്നും എന്നെ വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. ആണോ? മോളേന്ന് മാത്രം വിളിക്കാറ്? ഉറപ്പാണോ? ദേഷ്യം വരുമ്പോ അതിന്റെ പിന്നിൽ വേറെയൊക്കെ ചേർക്കാറുണ്ട്. അല്ലാത്തപ്പോ മോളേന്ന് വിളിക്കാറുണ്ട്. ചാച്ചൻ എന്താ ഉത്തരം പറഞ്ഞേ? മോളെന്നും വിളിക്കും, എടീന്ന് വിളിക്കും. ഞാൻ ചാച്ചനെ എടീന്നാ പറഞ്ഞു. എടീന്ന് സാറിന് വിളിക്കാറുള്ളൂ. ആണോ? ചാച്ചനെ വിളിക്കാറുള്ളൂ. സ്നേഹം കൂടിയാലും അല്ലെങ്കിലും. സ്നേഹം കൂടുമ്പോ വിളിക്കുന്ന പേരാണ് എടീന്ന്. ദേഷ്യം വരുമ്പോ അല്ല, എടി മോളെ എടി എടീന്നേ വിളിക്കാറുള്ളൂ. കൂടുതലും പേര് വിളിച്ചിട്ടേ ഇല്ല.
ചാച്ചൻ അതുപോലെ തന്നെ വേറെ ആൾക്കാർ ഇരിക്കുമ്പോ അമ്മനെ ജിജി എന്ന് വിളിക്കണം അല്ലെ? അന്നേരം വിളിക്കും അല്ലെ? അന്നേരം ജിജിന്ന് വിളിക്കല. ചാച്ചൻ അമ്മേനെ അമ്മ എന്നാട്ടോ വിളിക്കുന്നത് അല്ലെ? പിള്ളേരെ അമ്മയെന്ന് വിളിക്കണം. കാരണം ഞാനും അമ്മയെന്നങ്ങ് വിളിച്ചു പോകും. ചാച്ചൻ അമ്മേനെ അമ്മ എന്നാണ് സാധാരണ എപ്പോഴും വിളിക്കുന്നത്. ഞങ്ങൾ അമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ട് കേട്ടോ. അതുപോലെ തന്നെ അമ്മ ചാച്ചനെ ചാച്ചാന്നാ വിളിക്കുന്നത്. അത് ശരിയാ. പക്ഷെ എന്നാലും അപ്പൊ ഇതിന് പോയിന്റ് കൊടുക്കണം വേണ്ടിയാ നിമിഷ? കൊടുക്കണം. കൊടുക്കാൻ പറ്റത്തില്ല. എന്റെ ശ്രദ്ധയോടെ പോയി. സോറി. എടുത്തു. അത് ശരി. ഓക്കെ. അപ്പം നിമിഷം പറഞ്ഞോളൂ, നിന്നെ സ്നേഹം കൂടുമ്പം ഞാൻ എന്താണ് വിളിക്കുന്നത്? അയ്യോ പണ്ടായിരുന്നെങ്കിൽ ഇച്ചാൻ ചക്കര എന്നൊക്കെ വിളിക്കായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇച്ചാ വിളിക്കണേ? ആണോ? അപ്പൊ ഇപ്പൊ വിളിക്കാറില്ലെന്നാണോ നീ പറഞ്ഞത്? അല്ലല്ല, വിളിക്കുന്നത് ചക്കര എന്നാ വിളിക്കുന്നത് ഇച്ചാ സ്നേഹം കൂടുമ്പോ. ആണോ? ആ, കറക്റ്റ് അല്ലേ? ശരിയാട്ടോ. ഒരു പോയിന്റ്. അമ്മ നിമിഷം അമ്മേനെ വെട്ടിച്ചു കേട്ടോ. ഉറപ്പായിട്ടും പോകുന്നു, എനിക്കറിയാടാ. അതെ, ചക്കരയെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് പൂക്കാവടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കാവടി സ്നേഹം കൂടുമ്പോ അല്ലെ? ഇടയൊന്നും പൂക്കാവടി എന്ന് വിളിക്കാം. അത് ശരിയാ. സ്നേഹം കൂടുമ്പോ എടിയെന്ന് വിളിക്കുന്നതാന്ന് പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. ഞാൻ ഓർത്ത് ഇച്ചിരി നല്ല പേരൊക്കെ പറയില്ല. ചാച്ച വേറെ ഒന്നും ചാച്ചനെ വിളിക്കാൻ കിട്ടിയില്ല. അതെ. ഓക്കെ. നിമ്മേർക്കൂട്ടൻ അവിടെ സിസ് വേണമെന്ന് പറഞ്ഞോണ്ട് ഇരിപ്പുണ്ട്. നിന്റെ സിസ് അവിടെ ഇരിപ്പുണ്ടല്ലോ മീര, അടുത്തോ? സിസ് അവൾ അവസരം മുതലാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അവൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവൾക്ക് അല്ലേ നിമിഷ? അതെ. വീഡിയോ എടുക്കുമ്പോ മിറ വീഡിയോക്ക് അത് സഹകരിക്കുകയില്ല. അത് അതേസമയം അവള് വേണ്ട കാര്യങ്ങളെല്ലാം ആ സമയത്ത് മുതലെടുക്കുകയും ചെയ്യും. റീബൂട്ടറാണെങ്കിൽ ചാച്ചനെ തിന്നുന്നു, ചാച്ചനെ മാല കഴിക്കുന്നു. മെഡിക്ക് മിറക്കൂട്ടൻ റീബൂട്ടറിന് ചിപ്സ് എടുത്ത് കൊടുത്തല്ലോ. ഗുഡ് ഗേൾ ആണല്ലോ. എന്നാ അടുത്ത് ചോദിച്ചേക്കാം, വേഗം ചോദിച്ചേക്കാം അല്ലേ? 8 10 ക്വസ്റ്റ്യൻ ഉണ്ടോ മൊത്തം? 7 അതെ. അടുത്ത ചോദ്യം, ചാച്ചന്റെ ബ്ലഡ് ഗ്രൂപ്പ് പെട്ടെന്ന് പറ. എ പോസിറ്റീവ്. നിമിഷം പറ. AB പോസിറ്റീവ്. അമ്മയുടെ തെറ്റ്. ചാച്ചന്റെ എ നെഗറ്റീവാ. ചാച്ചനെ നെഗറ്റീവാ. എന്റെ AB പോസിറ്റീവ്. കാരണം അത് ഞാൻ പെട്ടെന്ന് ചോദിച്ചാ, അല്ലെങ്കിൽ അവള് ആലോചിക്കും കേട്ടോ. ഇനിയിപ്പോ എല്ലാം പെട്ടെന്ന് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ എത്രയും നിമിഷക്ക് 4, അമ്മക്ക് 2. നേരത്തെ ചാച്ചന്റെ എ പോസിറ്റീവ് ആയിരുന്നു. എപ്പോഴാ മാറിയത് എ നെഗറ്റീവ് ആയത്? അല്ല, എനിക്ക് സംശയമുണ്ട്. എ പോസിറ്റീവ് ആയിരുന്നു. ഞാൻ അറിയുമ്പോ എ പോസിറ്റീവ് മാറി എ നെഗറ്റീവ് ആയതാ. അമ്മ ബി പോസിറ്റീവ്. മനസ്സിലായോ? ഞാൻ ബി പോസിറ്റീവ് ഞാൻ സമ്മതിച്ചു. ചാച്ചന്റെ ബ്ലഡ് ഗ്രൂപ്പ് മാറി. അല്ല, എനിക്ക് എയും ബിയും വരാൻ കാരണം നിങ്ങൾക്ക് എയും ബിയും ഉള്ളതുകൊണ്ടാണ്. അത് ശരി. അല്ല, ചാച്ചൻ ഇന്നാൾ വരെ എ പോസിറ്റീവ് ആയിരുന്നു. ഇച്ചിരി മുമ്പ് മാറി. അല്ല, അമ്മ ബിന്ന് അല്ല, വേറെ അന്ന ചാച്ചൻ എ നെഗറ്റീവാ. ഈയിടെ ചെക്ക് ചെയ്തായിരുന്നു. അതെയോ? അയ്യോ, ഇതിപ്പോ ഭയങ്കര വിവാദത്തിന് തിരികൊടുക്കണല്ലോ. ചാച്ചൻ എന്നാ ആരെങ്കിലും ബ്ലഡ് തന്നപ്പോ മാറി. മറ്റേ ജഗതി സിനിമ പറഞ്ഞാലേ വന്നിട്ടില്ല. ക്ഷത്രിയ രക്തം കയറ്റിയപ്പോ മറ്റേത് ഇതായി പോയതായിരിക്കും. ലീക്ക് അങ്ങനെയാണെങ്കിൽ ബോവിനോ ഐവിനോ നെഗറ്റീവാ. എ നെഗറ്റീവ്. ബോവിന് ബി പോസിറ്റീവ് എന്നല്ല അമ്മ പറയുന്നത്. അപ്പൊ ഐവിന് എ നെഗറ്റീവാ. അല്ലല്ല, ഐവിന് എ നെഗറ്റീവാ. മറ്റേ സിനിമയില് പറയുന്നത് ദിലീപ് പറയുന്നത് കർത്താവിന്റെ അത്ഭുത പ്രവൃത്തിയാ. ബ്ലഡ് ഗ്രൂപ്പ് മാറി. അപ്പൊ ഞങ്ങളുടെ മക്കളില് ബോവിനോ ഐവിനോ ഏതൊരാളോ നെഗറ്റീവാ. അപ്പം അത് ഉറപ്പായി കേട്ടോ. മിക്കവാറും ഐവിനായിരിക്കും. അത് പോട്ടെ. അപ്പം നിമിഷം കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഓപ്പോസിറ്റീവ് ആണല്ലേ. 4-2 ആയോ കേട്ടോ. അപ്പൊ നിമിഷം നിനക്ക് 4, അമ്മയ്ക്ക് 2. തെറ്റിപ്പോയോ? ഇല്ല. അപ്പം അടുത്ത ചോദ്യം ചാച്ചനോട് അല്ല അമ്മയോട്. ബോവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പെട്ടെന്ന് പറയണം, ഇയറും പറയണം. മാർച്ച് 5, 1989. മറക്കില്ലട. കല്യാണം കഴിഞ്ഞ പിറ്റേ വർഷമുള്ള. ആണോ? മിറയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 22. കറക്റ്റ്. 2 പേർക്കും പിള്ളേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, ദിവസം അയച്ച്. അപ്പം എത്ര? നിമിഷം 5, അമ്മയ്ക്ക് 3. നീ ചാച്ചന്റെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാലോ, അതങ്ങനെ മാറിയ. ചാച്ചന്റെ ഏറ്റവും ഇഷ്ടമുള്ള കളറ്? ഈശ്വര, നീ അന്നേരം എന്റെ ചോദിച്ചേ. അത് എന്തെങ്കിലും ടെസ്റ്റ് വേണല്ലോ. ചാച്ചന് ഏറ്റവും ഇഷ്ടം വെള്ള. ചാച്ച എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ നിമിഷ ബ്ലൂ. ഓക്കെ, ചാച്ച പറഞ്ഞോളൂ. വെള്ള ഇഷ്ടം. ഉറപ്പാണോ? ഭാര്യനെ രക്ഷിക്കാനുള്ള പരിപാടിയാണോ? അല്ലല്ല, വെള്ള തന്നെ. ആണോ? ഇത് ഞാൻ റാൻഡായിട്ട് എടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ. ചാച്ചനെ കൊണ്ട് ആദ്യം ആൻസർ പറയിച്ചില്ല. അതുകൊണ്ട് ചിലപ്പോൾ ചാച്ചൻ അമ്മേനെ സഹായിക്കാൻ സാധ്യതയുണ്ട്. ഇല്ല, ചാച്ചന് ഷർട്ടും എന്നാണേലും വെള്ളയാണ് ഇഷ്ടം. അതെയോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഫേവറേറ്റ് കളർ ഏതാന്ന് വെച്ചാൽ നീ പറഞ്ഞേ. ബ്ലൂ. ആണോ? ബ്ലൂ. എന്റെ ഫേവറേറ്റ് കളർ വൈറ്റാ.
ഇവൻ ഓന്തിന്റെ കൂട്ടോ ഇവൻ എപ്പോ ബനീന ഷർട്ട് എടുത്താൽ ഒന്നേ ബ്ലാക്ക് അല്ല ബ്ലൂ. അത് സത്യം എപ്പോഴേ അമ്മ അത് ചേരില്ലാത്തോണ്ടല്ല ഞാൻ ബ്ലൂ എടുക്കുന്നത്, വൈറ്റ് ഇട്ട് ചിലപ്പോ ചേരാത്തോണ്ടല്ലേ ഞാൻ ബ്ലൂ എടുക്കുന്നത്. അതിന്റെ അർത്ഥം എനിക്ക് ഇഷ്ടമുള്ള കളർ. ഇത്ര സുന്ദരനായ നിനക്ക് എന്നോട് ചേരിയല്ലാത്തത്? ഏത് കളർ ചേരാത്ത ആണോ? ഏത് കളർ ചേരാത്ത? അല്ല, എനിക്ക് ഇഷ്ടമുള്ള കളർ വൈറ്റാ. ശരിക്കും എനിക്ക് വൈറ്റ് കളറിനോട് ഭയങ്കര ഒരു താല്പര്യം. അതല്ല, നമ്മുടെ വണ്ടി വൈറ്റ് ആണല്ലോ അല്ലെ, വീടിന്റെ കളറൊക്കെ വൈറ്റ് അല്ലേ, വീടിന്റെ അകത്തെ കളറൊക്കെ അല്ലേ, അല്ലേ അമ്മ? അതൊക്കെ ശരിയാ. പക്ഷെ നീ എപ്പോ എടുത്താലും നീ ഒന്നേ ബ്ലൂ ബ്ലാക്ക് എടുക്കാറ്. എനിക്ക് 1/2 മാർക്ക് തരണം. എന്തെങ്കിലും ആട്ടെ. നിനക്കിപ്പോ എത്ര മാർക്കായി? ഇപ്പൊ 4? 5. അമ്മയ്ക്ക് 4. അമ്മയ്ക്ക് ഇപ്പൊ 4. ഓക്കെ, അപ്പൊ ദ വിന്നർ ഈസ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ ഇതായിരുന്നു ലാസ്റ്റ്. എന്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ അല്ല എന്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു, അതുകൊണ്ടാ അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അത് വളരെ ഇൻട്രസ്റ്റ്. പക്ഷെ അത് നിമിഷക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുമല്ലോ, അതുകൊണ്ടാ. ഓക്കെ, അമ്മേനെ ആദ്യമായിട്ട് ചാച്ചൻ കണ്ട സ്ഥലം, ആദ്യമായിട്ട് കണ്ട സ്ഥലം എന്റെ കോളേജിൽ വെച്ച്. കോളേജിന്റെ പേര് പറയൂ. അത് പറയാല്ലേ, എന്റെ കോളേജിൽ വെച്ച്, പാലായിൽ എന്റെ കോളേജിൽ വെച്ച്. ഉറപ്പായിട്ടും പാലായിൽ കോളേജ് വെച്ച്. ഞാൻ ചാച്ചനെ കണ്ട അവിടെ വെച്ചാ. ചാച്ചനെ എന്നെ വേറെ എവിടെയും വെച്ച് കണ്ടിട്ടൊന്നും എനിക്കറിയത്തില്ല. ബ്ലഡ് ഗ്രൂപ്പും അറിയാലോ, എവിടെയാട്ടോ എന്നെ വെച്ച്. അല്ലല്ല, കറക്റ്റ് ചാച്ചൻ കോളേജിൽ നിന്ന് എഴുതി. കോളേജിൽ വെച്ചാണ് അമ്മേനെ ആദ്യം. ചാച്ചന്റെ പെങ്ങളും കൂടെ കോളേജിൽ വന്നു, അവിടെ വെച്ച് എന്നെ കണ്ടു. നിമിഷ, നമ്മള് അറിയാലോ, സിഡ്നി എയർപോർട്ടിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ പെണ്ണ് കാണല്. അതും മാതാപിതാക്കൾ ആരും ഇല്ലാതെ അല്ലേ? മാതാപിതാക്കൾ ആരും ഇല്ലാതെ പെണ്ണ് കണ്ടു, കല്യാണം കഴിച്ചു, പിള്ളേരായി. ഇവിടെ ഞങ്ങളുടെ ദൈവം അങ്ങനെ ഞങ്ങൾക്ക് വിധിച്ചു വെച്ചിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ചെല്ലുമ്പോ താലി മേടിച്ചു, താലിമാല മേടിച്ചു. തന്നെ മാല അതൊരിക്കലും നമ്മൾ വിചാരിക്കും. കാരണം ഇവരുടെ എല്ലാം ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിയത്തില്ല. നല്ല ചായ കോവിഡിന്റെ സമയത്തായിരുന്നു എനിക്കാണെങ്കിൽ എന്ത് പറയാ, നമ്മുടെ വീട്ടിലൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങണം, അങ്ങനെയൊക്കെ എന്തൊരു ഒരു പെണ്ണിന് കല്യാണം കഴിക്കണം. അതിൽ എന്റെ ഏറ്റവും വലിയ ഹീറോയിസ് എന്റെ ആയിരുന്നു കേട്ടോ. കല്യാണത്തിന് ദിവസം ചെക്കന്റെ വീട്ടിൽ നിന്ന് ഒരാൾ മാത്രം, കല്യാണ ചെറുക്കൻ. എനിക്ക് എന്തൊക്കെ ഇവളുടെ വീട്ടിൽ നിന്ന് പിന്നെ ഇവളുടെ ചേച്ചിയെങ്കിലും ഉണ്ടായിരുന്നു അല്ലെ, ചേച്ചിയും പിന്നെ അങ്കിളും ഉണ്ടായിരുന്നു. ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ചേട്ടായും ഉണ്ടായിരുന്നു, അല്ല മീൻസ് അങ്കിളും ഉണ്ടായിരുന്നു കേട്ടോ. കാൻബറയിലുള്ള കാൻബറ വെച്ചിട്ടായിരുന്നു കല്യാണം. അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം. ഞാൻ പറയുന്നത് എനിക്കൊക്കെ എന്തൊരു മോഹനം, ദൈവമേ ഒരുങ്ങി ഇറങ്ങണ വീട്ടിൽ നിന്ന്. അല്ലെങ്കിൽ നിമിഷം ഒന്ന് മോഹിച്ചു കഴിഞ്ഞാൽ അമ്മ അല്ലെ, നിമിഷം ഒരു കാര്യം മോഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് വെറുതെ പറയാം കേട്ടോ, ഞങ്ങളെ എല്ലാരും താമസിച്ചു. ഞാനും മിണ്ടിയില്ല. അതുകൊണ്ടെന്താ 3 8 മണിക്ക് എണീക്കണം. ഞാൻ വരെ ഇന്നലെ 4 മണിക്ക് എണീറ്റ് കേട്ടോ. എന്നിട്ട് റീവിന്റെ കരച്ചിൽ മാറ്റാൻ നിൽക്കുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വെഡിങ് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. കോവിഡ് കാലത്തെ വെഡിങ് ആയിരുന്നു ഞങ്ങളുടെ. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ ഞങ്ങളുടെ ഒരു വെഡിങ് സ്റ്റോറി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വെഡിങ് സ്റ്റോറി ഞങ്ങളെ സംബന്ധിച്ച് വലിയ സംഭവമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളുടെ കല്യാണം ഭയങ്കര എന്തൊരു ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്. അത് ഞങ്ങളുടെ വീട്ടിലെ എന്റെ ആദ്യത്തെ കൊച്ചു, ഇവൻ രണ്ടാമത്തെ ആണെങ്കിലും കല്യാണം നടന്ന ആദ്യം ഇവന്റെ കേട്ടോ. ആദ്യത്തെ കല്യാണം ഞങ്ങൾ ആരും കണ്ടില്ല. ഞങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ കൂടെ TV കൂടെ ഇങ്ങനെ ഇരുന്ന് കണ്ടു. അതുപോലെ എന്റെ പപ്പ ഇവിടെ ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോയതാ. കോവിഡ് കാരണം അവരും അങ്ങനെ എല്ലാവരും ആദ്യമായിട്ടാണ് നമ്മളെ നാട്ടിൽ ചെല്ലുമ്പോഴാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞത് അതെ അതെ അതെ. നിമിഷം ഞാൻ കാണുന്നത് മിറയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോട്ടോ. അതുപോലെ ഇഷാനെ കാണുന്നത് അങ്ങനെയാണ്. എന്നെ കാണുന്നത് മിറ ഉണ്ടാക്കി കഴിഞ്ഞാണോ? അല്ലല്ല അല്ല, എന്റെ പപ്പയും മമ്മിയും കാണുന്നത് അങ്ങനെയല്ല, ഇച്ചാനെ കാണുന്നത് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് നഷ്ടം വന്നു കേട്ടോ. ശരിയാ, എന്റെ ഒരു നല്ല ചായ പോലെ പെണ്ണ് കാണാൻ ഉള്ള അവസരം മിസ്സായി. അല്ല, എനിക്ക് ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. അങ്ങനെ പോണം, പെണ്ണ് കാണാൻ പോണം, പെണ്ണ് കാണാൻ. അങ്ങനെ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചായ കുടിക്കുക, ലഡു തിന്നുക, അങ്ങനെയൊക്കെ. എന്നെ ദൈവം സഹായിച്ച് എനിക്ക് 2 പേരുടെ കല്യാണം കഴിഞ്ഞു. ഒന്നിനും ഒരു ചായ പോലും. ഒരുത്തരുടെ ബാക്കിയുണ്ട്. അവന്റെ കാര്യം ദൈവത്തിന് അറിയാം കേട്ടോ. അവനും കൂടെ ഇനി ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനല്ലേ ഉദ്ദേശിച്ച കോവിഡ് എന്നുള്ള എല്ലാ ലോകം മൊത്തം മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പെട്ടുപോയത്. സംഭവം ഇനി ഉണ്ടാകരുതെന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ തീർച്ചയായിട്ടും. അപ്പൊ എവിടെയെല്ലാം പോയി വന്നു ഞങ്ങളുടെ കല്യാണത്തിലേക്ക് വന്നു. ഏതായാലും ഫൈനൽ വിന്നർ ആയി നിമിഷ, കൺഗ്രാജുലേഷൻസ്. ഇതിന്റെ ചെലവ് ഫുൾ ക്രെഡിറ്റ് ഇച്ചാനാ. എനിക്ക് മാർക്ക് എന്നാണേലും അപ്പൊ ഞാൻ പറയുന്ന കൊടുത്തില്ല കേട്ടോ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തു നമ്മ പറയരുത്.
ഞാനും നിമിഷം കൂടെ കേൾക്കാൻ വേണ്ടി പല പണിയും പണിതാണ്. അതെ, പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. ഇവർക്ക് അങ്ങനെ ഓർക്കാൻ പറ്റത്തില്ല. അത് ശരിയാ. അപ്പൊ ഏതായാലും നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു അല്ലേ. നിമിഷയുടെ ഫേവറേറ്റ് ഫുഡ് എന്നുള്ള കാര്യം നിമിഷയ്ക്ക് മനസ്സിലായി. എന്റെ ഫേവറേറ്റ് ഫുഡ് എന്നുള്ള കാര്യം നിമിഷയ്ക്ക് മനസ്സിലായി. സത്യത്തിൽ ഇതൊക്കെ ഇപ്പോഴാട്ടോ ഇത്ര വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. ഇനി എല്ലാ ദിവസവും ഓർഡർ ചെയ്താൽ ഞാൻ കാണിച്ചു ഇനി അത് തന്നെ എനിക്ക് ഓർഡർ ചെയ്യേണ്ട വരും. ഇനി എവിടെയെങ്കിലും കയറി ഇതുപോലെ റീവൂട്ടിന് ഇവിടെ എന്നെ സംഭവിക്കണത് ഇങ്ങനെ കുറിച്ച് നോക്കുക. റിവ്യൂ നോക്കിട്ട് ഇവിടെ എന്നെ എല്ലാരും ചിരിക്കണത്. റിവ്യൂ എല്ലാവർക്കും ബൈ പറഞ്ഞേ. നമുക്കത് വീഡിയോ നമ്മുടെ കൂടെ ഇതിന്റെ ചുറ്റുമൊക്കെ നടപ്പുണ്ട് കേട്ടോ. വേറെ ഒരാളുണ്ടായിരുന്നു എന്റെ. അവള് ഒരു ചിപ്സും കാലിയാക്കിട്ട പോയിട്ടുണ്ട് അങ്ങോട്ടേക്ക്. എന്നാണേലും നമുക്കെന്നാ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ നിമിഷം? ഞങ്ങളുടെ അതുപോലെ നിമിഷയുടെ ഒരു പാട്ട് നിമിഷം നീ പാടുന്നുണ്ടോ? ഫ്ലൂ ആയിട്ടിരിക്കുമ്പോ തൊണ്ടൊക്കെ അതുകൊണ്ടാ ഞാൻ പാടാൻ നിർബന്ധിക്കാത്ത. ഇനി അടുത്തതിനകത്ത് ചിലപ്പോ പാടാൻ പറ്റുന്നത് തീരെ സൗണ്ട് കാണില്ല. അതിലും പോയി തുടങ്ങും. കുറച്ച് സൗണ്ട് ഉള്ളപ്പോ ആയി തുടങ്ങി. പഠിക്കും. കസ്തൂരിമാൻ കുരുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാൻ ഈ രാവിൽ നീ കൂടെ വാ. കസ്തൂരിമാൻ കുരുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാൻ ഈ രാവിൽ നീ കൂടെ വാ. ആഹാ, ആരും കേട്ടിട്ടില്ലാത്ത പാട്ട്. എവിടെ പൊക്കെടുക്കുന്നു വളരെ. അതെ, ഇന്നലെ ടിവിയിലെ ആ സിനിമ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടു കേട്ടോ. കണ്ടപ്പോ ഞാൻ നിമിഷോട് പറഞ്ഞു ഇനി പാടുമ്പോൾ നമുക്ക് ഈ പാട്ട് പാടാം. ഒരാള് അവിടെ കയറിയിട്ട് വാഷ് ബേസിൻ തുറന്ന് കൈ അടിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മള് സൗണ്ട് ഒക്കെ അടിക്കാനായിട്ട് ഡോർ അടച്ചിട്ടേക്കുന്നു. ഡോർ അല്ല, അത്രയും ബുദ്ധിമുട്ടല്ലോ വീഡിയോ എടുക്കുമ്പോ. പക്ഷെ വേറെ കാര്യം ഉണ്ടല്ലോ, അവളെന്നെ ഇടയ്ക്ക് ഒന്ന് വിളിച്ചായിരുന്നു കേട്ടോ. ഞാൻ ഇത് വീഡിയോ എടുത്തിട്ട് വരാൻ മോളെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവള് പോയി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ അവിടെ പോയി കൈ അടിക്കൊണ്ടിരിക്കാം. ഇപ്പം ബാത്റൂമിൽ കഴിഞ്ഞത് എന്റെ പണി ഏത് നേരം അത് അവിടെ സ്റ്റൂൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഏത് നേരം ഇതാ പണി. ഇനി നമുക്ക് മിറക്കോട്ടെ നാളെ സ്കൂളിൽ വിടാന്നുള്ള ഒരു വലിയ ടാസ്ക് ഉണ്ട് കേട്ടോ. കൊച്ചിന്റെ ഒക്കെ പറയാതടാ. സത്യം. ഞാനൊക്കെ എങ്ങനെയാ നഴ്സറി പോയപ്പോ ഇതുപോലെ ആയിരുന്നോ? ഈ എല്ലാ പിള്ളേരും നഴ്സറി ആദ്യം പോകുമ്പോ ഒക്കെ ഇങ്ങനെയാണ്. കരച്ചിലായിരിക്കും. 3-4 ദിവസമൊക്കെ ഞങ്ങള് പാത്ത് ഒളിച്ചൊക്കെ ഇരിക്കും. എന്റെ ഇടയ്ക്ക് വന്ന് കണ്ടേച്ച് പോകും. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഉച്ചവരെയൊക്കെ ഇരുത്തും. അങ്ങനെ കേടാ. നിങ്ങൾ കരയുന്നേക്കാളും കൂടെ മാറുമെന്ന് ഞങ്ങള് കരയും. പിള്ളേരൊക്കെ എപ്പോഴും നിമിഷ മിറക്കോട്ടന്റെ കാര്യം ആലോചിക്കുമ്പോ വിഷമം തോന്നുന്നു കേട്ടോ. കണ്ടേ അവിടെ ഇപ്പൊ ലൈറ്റ് ഇട്ട് കളിയാ. മിറ ലൈറ്റ് ഇട്ട് കളിക്കല്ലേ മിറ? ആ വന്നു. ഇതെന്നെ എല്ലാവർക്കും ബൈ പറഞ്ഞു മിറ. നമുക്ക് വീണ്ടും വൈൻഡപ്പ് ചെയ്യാം. ടാറ്റ കൊടുത്തു മിറ. ടാറ്റ. ഞങ്ങള് നാളെ സ്കൂളിൽ പോകുമെന്ന് പറ. സത്യമാട്ടോ ഇവൾക്ക് അറിയാട്ടോ ഇവൾക്ക് പോണോന്നുള്ള കാര്യം അറിയാം. പക്ഷെ എന്നാ വിഷമമുണ്ട്, അത് അവള് പ്രകടിപ്പിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ അവള് കരഞ്ഞോണ്ടായാലും പെണ്ണ് പോകും. കരഞ്ഞു പറഞ്ഞാൽ വിഷമത്തോടെ അവള് പോകും കേട്ടോ. പാവം. വെരി ഗുഡ് ഗേൾ മിറ. ഗുഡ് ഗേൾ ആട്ടോ മിറ കേട്ടോ. അതെ. അമ്മച്ചി വരുന്നുണ്ട്. ഡാഡ വരുന്നുണ്ട്. ഞങ്ങളെല്ലാം അപ്പൊ എന്നത് ഈ വീഡിയോ ഇവിടെ മാറ്റിപ്പോ കേട്ടോ. ഞങ്ങളുടെ ചെറിയ മനപ്പൊരുത്തം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും ഒരു പൊരുത്തമില്ല. വല്ല ജോത്സ്യന്മാരും നോക്കിയായിരുന്നു ഇത് വേണ്ടെന്ന് പറഞ്ഞു.